ഗുരുവായൂർ ദർശനം പൂർത്തിയാകണമെങ്കിൽ ഈ ക്ഷേത്രം കൂടി ദർശിക്കണമെന്നാണ് വിശ്വാസം. പ്രസിദ്ധമായ ഈ മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഈ ക്ഷേത്രം ഏതെന്നും ഈ ക്ഷേത്രത്തിനെ കുറിച്ചുള്ള കഥകളും ഒക്കെ അറിയാനായി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഗുരുവായൂർ ക്ഷേത്രത്തോളം തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു ക്ഷേത്രമാണ് മമ്മിയൂർ മഹാദേവ ക്ഷേത്രം. മലയാളികളുടെ വിശ്വാസത്തിൽ മാറ്റി നിർത്തുവാൻ കഴിയാത്ത സാന്നിധ്യമാണ് ഗുരുവായൂരപ്പൻ്റേത്. എന്നാൽ ഗുരുവായൂർ ക്ഷേത്ര ദർശനം പൂർത്തിയാകണമെങ്കിൽ മമ്മിയൂർ ക്ഷേത്രം കൂടി ദർശിക്കണം എന്നാണ് വിശ്വാസം. 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നായി വിശ്വസിക്കപ്പെടുന്ന ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയത് പരശുരാമൻ എന്നാണ് കരുതപ്പെടുന്നത്. മഹാദേവനെ മമ്മിയൂരപ്പനായി ആരാധിക്കുന്ന ഈ ക്ഷേത്രം തൃശൂർ ജില്ലയിലെ ഏറ്റവും പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ സമയത്ത് മമ്മിയൂരപ്പന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നതായാണ് ഐതിഹ്യങ്ങൾ പറയപ്പെടുന്നത്. ശിവകുടുംബ സാന്നിധ്യമുള്ള അപൂർവ ക്ഷേത്രം കൂടിയാണ് മമ്മിയൂർ മഹാദേവ ക്ഷേത്രം. മമ്മിയൂരപ്പനായി ആരാധിക്കുന്ന ശിവനാണ് ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ. പാർവതിയും അദ്ദേഹത്തിന്റെ വലതുവശത്ത് ഗണപതിയും അയ്യപ്പനും ഇടതുവശത്ത് സുബ്രഹ്മണ്യനും വാഴുന്നു എന്നാണ് വിശ്വാസം. ഇതിനു തൊട്ടടുത്തു തന്നെ മഹാവിഷ്ണുവിന്റെ സാന്നിധ്യവും കാണാം. ദ്വാരകയിൽ ശ്രീകൃഷ്ണൻ പൂജിച്ചിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന വിഗ്രഹമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ദ്വാപരയുഗത്തിന്റെ അവസാനം ഭഗവാൻ സ്വർഗാരോഹണത്തിനായി ഒരുങ്ങുമ്പോൾ തന്റെ ഭക്തനായ ഉദ്ധവരോട് താൻ പൂജിച്ച വിഗ്രഹമൊഴികെ മറ്റെല്ലാം നശിക്കുന്ന ഒരു പ്രളയം 7 ദിവസം കഴിഞ്ഞുണ്ടാകുമെന്നും അതിൽ രക്ഷപ്പെടുന്ന വിഗ്രഹം ദേവഗുരുവായ ബൃഹസ്പതിയെയും വായുദേവനെയും ഏൽപ്പിക്കണമെന്നും അറിയിച്ചു. അങ്ങനെ കടലിൽ നിന്നും എടുത്ത വിഗ്രഹം ഉദ്ധവർ ദേവഗുരുവായ ബൃഹസ്പതിയെയും വായുദേവനെയും ഏൽപ്പിക്കുകയും അതുമായി അവർ പ്രതിഷ്ഠിക്കുവാൻ യോജിച്ച സ്ഥലം അന്വേഷിച്ചു പോവുകയും ചെയ്തു. യാത്രാമധ്യേ ഭാർഗവ ക്ഷേത്രത്തിൽ ഒരിടത്തെത്തിയപ്പോൾ അവിടെ പാർവതി പരമേശ്വരന്മാരുടെ താണ്ഡവ നൃത്തം ഇവർ ദർശിക്കുവാനിടയുണ്ടായി. തുടർന്ന് പാർവതി പരമേശ്വരന്മാരുടെ അനുമതിയോടെ വിഗ്രഹം അവിടെ തന്നെ പ്രതിഷ്ഠിച്ചു. ഗുരുവായ ബൃഹസ്പതിയും വായുദേവനും ചേർന്ന് മഹാവിഷ്ണു പ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഗുരുവായൂരും അവിടുത്തെ പ്രതിഷ്ഠ ഗുരുവായൂരപ്പനുമായി മാറി. ഈ പുണ്യ മുഹൂർത്തത്തിൽ പങ്കെടുത്ത പാർവതി പരമേശ്വരന്മാർ പിന്നീട് ശക്തി പക്ഷാക്ഷരി ദാന രൂപത്തോടെ മമ്മിയൂരിൽ സ്വയംഭൂവായി അവതരിച്ചു എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഗുരുവായൂർ ദർശനം പൂർത്തിയാകണമെങ്കിൽ മമ്മിയൂരപ്പനെയും കാണണമെന്നാണ് വിശ്വാസം. ഗുരുവായൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞു മമ്മിയൂർ നേരിട്ട് പോയി തൊഴുതു പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും അതിന് പരിഹാരമുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഭഗവതി നടയിൽ തൊഴുത് പ്രദക്ഷിണം വച്ച് ശ്രീകോവിലിന്റെ വടക്കുകിഴക്കേ മൂലയിലെത്തുമ്പോൾ വടക്കു പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി തൊഴുതു പ്രാർത്ഥിക്കുന്നത് മമ്മിയൂരപ്പനെ ദാനിച്ചാണെന്നാണ് വിശ്വാസം. ഇങ്ങനെ ചെയ്താൽ മമ്മിയൂർ ദർശനത്തിന്റെ പുണ്യവും നമുക്ക് ലഭിക്കും. 3 ഏക്കറോളം വരുന്ന ക്ഷേത്രവളപ്പിലാണ് മമ്മിയൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്ര ഗോപുരത്തിനടുത്തുള്ള ഗണപതിയെ തൊഴുതാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നത്. വളരെ സാധാരണ ക്ഷേത്രമായ പരിസരമാണിത്. വിഷ്ണുവിന്റെയും ശിവന്റെയും നടകൾക്ക് ഒരു നടപ്പുരയാണുള്ളത്. കൊടിയേറി ഉത്സവമില്ലാത്തതിനാൽ ക്ഷേത്രത്തിൽ കൊടിമരമില്ല. ഇരുനിലയിൽ ചതുരാകൃതിയിലുള്ള ശ്രീകോവിലാണ് ഇവിടത്തേത്. ഇവിടുത്തെ ശ്രീകോവിലിന് 3 മുറികൾ വീതമുണ്ട്. കരിങ്കല്ലിലാണ് ശ്രീകോവിലിന്റെ നിർമ്മിതി. ശിവനും വിഷ്ണുവിനും തുല്യ പ്രാധാന്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വടക്കു പടിഞ്ഞാറേ മൂലയിൽ ശ്രീകോവിലിൽ ഭദ്രകാളിയുടെ പ്രതിഷ്ഠയുമുണ്ട്. വനദുർഗ സങ്കല്പത്തിലാണ് ഇവിടെ ഭദ്രകാളിയുള്ളത്. ഭദ്രകാളിയുടെ ശ്രീകോവിലിന് മേൽക്കൂരയില്ല എന്നൊരു പ്രത്യേകതയും ഇവിടെയുണ്ട്. 2 അടി ഉയരം വരുന്ന സ്വയംഭൂവായ ശിവലിംഗത്തിൽ ശിവന്റെ തൃത്തുടയിലായാണ് പാർവതിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നാണ് വിശ്വാസം. ദേവിയുടെ പ്രത്യക്ഷീഭാവം പടിഞ്ഞാട്ടേക്കാണ്. അതിനാലാണ് ഇവിടെ ശക്തമായ ദേവീ സാന്നിധ്യം വന്നത്. ശിവലിംഗത്തിൽ കിഴക്കോട്ട് ദർശനമായി മമ്മിയൂരപ്പൻ കുടികൊള്ളുന്നു. പാർവതി ദേവിക്ക് ഇവിടെ ദിവസവും വിളക്കുവെപ്പുണ്ട്.
ദേവിയുടെ അദൃശ്യ സാന്നിധ്യത്തെയാണ് ഇവിടെ ആരാധിക്കുന്നത്. ക്ഷേത്ര പുനരുദ്ധാരണം നടക്കുന്നതിനാൽ ഇവിടെ ദർശന സമയത്തിലും മാറ്റമുണ്ട്. വൈകിട്ടുള്ള ദർശനം 5:30 ശേഷം മാത്രമാണുള്ളത്. ഗുരുവായൂരിനടുത്ത് വളരെ പ്രസിദ്ധമായ മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ചായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇതുപോലെ മറ്റൊരു ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.